രാവിലെ തന്നെ കെട്ടക്കപ്പായി നിടിച്ചിങ്ങാണ്ട് ഉമ്മാനോട് മീനൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞിങ്ങാണ്ട് ബീമ്പ് വിളക്കി ചൂണ്ടലെടുത്ത് പുഴയ്ക്ക് ചൂണ്ടലിടാൻ ഇറങ്ങിയതാ. ഒരു പച്ച പോലും കിട്ടിയിട്ടില്ല. ഇതും പറഞ്ഞ് ഉമ്മാന്റെ അടുത്തേക്ക് എന്നാലും ഉമ്മ പറയും ആനൊക്കെ ഉണ്ടാക്കിയ നേരം കൊണ്ട് രണ്ട് ആടിനെ മേടിക്കാൻ നിന്നുണ്ടെങ്കിൽ ആട്ടും കാട്ടെങ്കിലും കിട്ടിയിരുന്നു. അതുകൊണ്ട് പെരെ കയറാതെ നേരെ വിട്ട് അടുത്ത സ്പോട്ട്. അവിടെ പോയപ്പോ ഒരു ചെമ്പലിനും കിട്ടി, ഒരു വറ്റനും കിട്ടി. അൽഹംദുലില്ലാ ഹൈർ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രണ്ട് ബദറാൾ അവിടെ ചൂണ്ടലിടാൻ വന്നിട്ടുണ്ട്. അവർക്ക് ഒരു പച്ച പോലും കിട്ടിയില്ല. അമ്മക്ക് കിട്ടി രണ്ട് മീനും ആ ബദറുകൾക്ക് കൊടുത്തു. അത് കണ്ടപ്പോ പിള്ളേരിന്നെ നോക്കിങ്ങാണ്ട് നല്ലൊരു മൊയന്ത് അത് പോരളിയാ. അങ്ങനെ കൂട്ടായ മുഖത്ത് പോയിങ്ങാണ്ട് തെരഞ്ഞിരിക്കുമ്പോൾ ഒരു ടീമിന് ഒരു വലിയ മീൻ. അത് കണ്ടപ്പോ ഞമ്മക്കൊരു സന്തോഷമായി. അപ്പോഴാണ് അവര് പറഞ്ഞത് മംഗലം പഞ്ചായത്തിൽ കരിമീൻ കൃഷി വിളവെടുപ്പുണ്ട്, വെറുതെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ ലൂട്ടടിച്ച് നടക്കുന്നതിനിടയിലാണ് ഇവനെ നമ്മളെ കണ്ണിപ്പെട്ടു. വളർന്നു വരുന്ന ഒരു യൂട്യൂബർ ക്യാമറ പിടിച്ചിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരമായി നടത്താൻ തുടങ്ങി. നമ്മളെ കണ്ടപ്പോ ചെക്കന ഒരു ചിരി പാസ്സായി. ക്യാമറ പിടിച്ചിങ്ങാണ്ട് 360 ഡിഗ്രിയിൽ ഒരു തിരിച്ചിലുണ്ട്. ആ മോനെ നമ്മളെത്ര ആകുമ്പോഴത്തേനും ഓസ്കാർ വാങ്ങും. അപ്പോഴുണ്ട് നമ്മുടെ അബ്ദുറഹ്മാനും മക്കളും വരും. വന്ന പാടത്തന്നെ ടീം ഉദ്ഘാടനം ചെയ്തു. ടീമിനെ നമ്മൾ സമ്മതിച്ചിട്ടാ ആ മീന് പിടിച്ചിങ്ങാണ്ട് KT ജലീലിന്റെ അടുത്ത് ഒരു കൊടുക്കൽ കൊടുത്തു. ടീമിന് ഒരു പേടി, പൊരിച്ചു തെറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആളെ ഔത്താക്കി. മീന് വെറുതെ കൊടുക്കണില്ലാന്നുണ്ടപ്പോ നമ്മള് നേരെ അവിടുന്ന് സ്കൂട്ടായി. അവിടെ ഫനൂക്ക് ഒരു മരമ്പെട്ടൽ. ഇന്ന് ചെക്കൻ ബാപ്പാനെ കളത്തിലിറക്കി. ഇന്നപ്പോ ചെക്കനെ നോക്കണ്ട, ഇനി വൈകുന്നേരം നോക്കിയാൽ മതി. ഇതാണ് അസർപ്പുക്ക. ഒരു മണിക്കൂർ കൊണ്ട് ഒരു 10 മരൊക്കെ തവിട് കൂടിയാണ്. ഇനിയിപ്പൊ അങ്ങനെ പറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവനെ ഏൽപ്പിക്കും. കുറെ നിന്ന് തള്ളിയാലും ഇനി കുറച്ചേരി ഇരുന്ന് തള്ളി എന്ന് പറഞ്ഞിങ്ങോട്ട് ഒരു കരിക്കും പെട്ടി നമ്മളെ കൈമ തന്നു. അത് കുടിച്ച പാടെ തന്നെ കഴിഞ്ഞു കഥ.